എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ നല്ല മുരിഞ്ഞ റവ ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ദോശയ്ക്ക് കഴിക്കാൻ പറ്റിയ ഒരു കോക്കനട്ട് മിൻറ്റ് ചട്നീൻ്റെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനിത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ റവ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടുള്ള റവ ആയതുകൊണ്ടാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റവയിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഇത് അധികം പുളിയില്ലാത്ത വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈരാണ്. ഇനി ഈ തൈര് നമുക്ക് റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഒരു ദോശക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പം ഞാൻ വീണ്ടും 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും കൂടി പോകാണ്ട് ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഈ ഒരു കട്ടിയിൽ തന്നെ വേണം നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മാവ് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഈ മാവ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ദോശക്ക് കഴിക്കാൻ പറ്റിയൊരു ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമുക്കൊരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പച്ചമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും പുതിനയിലും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ പച്ചമുളകും പുതിനയിലൊക്കെ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഒരു ചട്നി ജാർ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് വറുത്ത നിലക്കടല ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പച്ചമുളക് പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത ചട്നി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു മിൻറ്റ് ഫ്ലേവറിലെ ചട്നിയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് ദോശക്കും ഇഡ്ലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയാണ്. ഇനി നമുക്ക് ഈ ചട്നിക്കൊരു വറവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കടായിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വറവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശക്കുള്ള ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു മിൻറ്റ് ഫ്ലേവറിലെ ചട്നി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ദോശൻ്റെ മാവ് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ മാവ് ഇവിടെ നല്ലോണം തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ മാവൊന്ന് ലൂസാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആദ്യം നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നോക്കാം. പിന്നീട് വെള്ളത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഇവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട്. മാവ് അധികം കട്ടിയാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇത് ഇൻസ്റ്റൻറ്റ് ദോശ ആയതുകൊണ്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇനോ ചേർത്ത് കൊടുക്കാനും പറ്റും. ഇനി വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവയാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തവ ഓവറായിട്ട് ചൂടായതാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഇതുപോലെ കുടഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ടവൽ വെച്ചിട്ടോ തുടച്ച് മാറ്റാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ 1.5 കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ദോശത്തവ കൂടുതൽ ചൂടായതാണെങ്കിൽ നമുക്ക് മാവ് ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. മാവൊക്കെ തവൻ്റെ മുകളിൽ തന്നെ ഒട്ടിപ്പിടിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കാൻ. ഇനി ഇതുപോലെ ദോശൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നതാണെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഒരു ചട്ടകം വെച്ചിട്ട് ഈ നെയ്യൊക്കെ ദോശൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ദോശൻ്റെ എല്ലാ ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ റവ വെച്ചിട്ട് രാവിലെ എണീറ്റ ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ദോശ റെസിപ്പിയാണിത്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതുപോലെ തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം. വീണ്ടും നമുക്ക് ദോശത്തവൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കാം. ഒരു ടവൽ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം. തവ ഒട്ടും ചൂട് കൂടി പോകരുത്. ഒരു ദോശ ചുട്ടെടുത്തതിൻ്റെ ശേഷം കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം വേണം നമുക്ക് മറ്റേ ദോശ ചുട്ടെടുക്കാൻ. എന്നാലേ നമുക്ക് മാവ് ദോശ തവമേലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ദോശ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ദോശകളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ.